നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഞെട്ടൽ ഇനിയും നമുക്ക് മാറിയിട്ടില്ല. സ്ഫോടനം നടത്തിയവർക്ക് തക്ക തിരിച്ചടിയെന്ന ഉറപ്പ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ നൽകുന്നുമുണ്ട്. പക്ഷേ അടിക്ക് തിരിച്ചടിയെന്ന പ്രതികാര നടപടികൾക്കപ്പുറം പ്രതിരോധ സുരക്ഷാ സംവിധാനത്തിൽ എവിടെ എങ്ങനെ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തി ആ പഴുതുകൾ അടയ്ക്കുക എന്നതാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യം എക്കാലവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനുള്ള പ്രാഥമിക തിരുത്തൽ നടപടി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ഡൽഹി ചെങ്കോട്ടയിലേത് ചാവേർ ആക്രമണം. മരണം 12. സ്ഫോടനത്തിൽ ജെയ്ഷെ മുഹമ്മദിന് ബന്ധം. കാർ ഓടിച്ചിരുന്നത് ഫരീദാബാദ് ഭീകരസംഘത്തിൽ പോലീസ് തെരയുന്ന ഡോക്ടർ ഉമർ നബി. അന്വേഷണത്തിൽ പുൽവാമയിലെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണും കണ്ടെത്തി. കസ്റ്റഡിയിലെടുത്ത ഉമറിന്റെ അമ്മയെയും സഹോദരങ്ങളെയും ചോദ്യം ചെയ്യുന്നു. ഡൽഹി സ്ഫോടനം ആസൂത്രിതം. സ്ഥലത്തുനിന്ന് അമോണിയം നൈട്രേറ്റ് കണ്ടെത്തി. അന്വേഷണം NIA ഏറ്റെടുത്തേക്കും. ഉത്തരവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രാജ്യത്ത് കനത്ത സുരക്ഷാ പരിശോധന. ബീഹാറിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ ഉച്ചവരെ മികച്ച പോളിംഗ്. ബൂത്തുകളിൽ നീണ്ട നിര. വിധിയെഴുതുന്നത് 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിൽ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും തുടരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികൾ. കൊല്ലം കോർപ്പറേഷനിലെ 21 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക 2 മണിക്ക് പ്രഖ്യാപിക്കും. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയരുന്നു. ഗ്രാമിന് 225 രൂപ കൂടി. ഇന്ന് കൂടിയത് പവന് 1800 രൂപ. ഒരു പവന്റെ വില 92,600 രൂപ. വിലക്കുതിപ്പിന് കാരണം രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില കൂടുന്നത്. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമായി തുടരുന്നു. ഭീകരവാദ സംഘടനകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഫരീദാബാദിൽ അറസ്റ്റിലായ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള ഡോക്ടർമാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ഉയർന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കോട്ട 3 ദിവസത്തേക്ക് അടച്ചിട്ടു. ഇന്നലെ വൈകിട്ട് 6:52 ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പൊട്ടിത്തെറിച്ചത്. മെട്രോ സ്റ്റേഷന്റെ 1-ാം ഗേറ്റിന് സമീപത്തുള്ള സിഗ്നലിന് മുന്നിലാണ് I-20 കാർ പൊട്ടിത്തെറിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തീവ്രവാദി ആക്രമണത്തിന്റെ സാധ്യതകൾ തെളിഞ്ഞു വന്നത്. ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘങ്ങളാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവസ്ഥലത്തു നിന്നും ലഭിച്ച തെളിവുകൾ വിശദമായി പരിശോധിക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഫരീദാബാദിൽ പിടിയിലായ ജമ്മു കശ്മീർ സ്വദേശികളും ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായ ഡോക്ടർമാർക്ക് സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. 2900 കിലോ സ്ഫോടക വസ്തുക്കളാണ് കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഡൽഹിയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും പിടികൂടിയത്. അതിനിടെ സ്ഫോടനത്തിനുപയോഗിച്ച കാർ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. മാസ്ക് ധരിച്ച ഒരാൾ പണം നൽകി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. 3:19 മുതൽ 6:48 വരെ പാർക്കിങ്ങിൽ കാർ ഉണ്ടായിരുന്നു. വാഹനം പുറത്തെടുത്ത് 4 മിനിറ്റിനുള്ളിൽ സ്ഫോടനം നടന്നു. അതിനിടെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം അതീവ ജാഗ്രത തുടരുകയാണ്. കാറിലുണ്ടായിരുന്നത് ഒമർ നബി എന്ന വ്യക്തിയാണ് എന്നാണ് പ്രാഥമിക വിവരം. വിവിധ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ഒമർ ജോലി ചെയ്തിരുന്നു എന്നാണ് സൂചന. പുൽവാമയിലെ കോലി സ്വദേശിയാണ് ഒമർ നബി. ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടിയിട്ടുണ്ട്. ഭോപ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ ആളുകളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ സ്ഫോടനം നടത്തിയത് ചാവേർ ആക്രമണം ഡോക്ടർ ഉമർ നബി എന്ന പേര് വന്നു. അതിനപ്പുറത്തേക്ക് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇനിയും ആരും ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ്. പ്രധാനമായും അറിയേണ്ടത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്ന ഈ സ്ഫോടനത്തിന്റെ പിന്നിലുള്ള കരങ്ങൾ എന്തൊക്കെ? ഇത്രയും സുരക്ഷാ മേഖലയിൽ അല്ലെങ്കിൽ ചെങ്കോട്ട പോലുള്ള ഒരു സുരക്ഷാ മേഖലയിൽപ്പെട്ട ഒരു പ്രദേശത്തിനടുത്ത് എങ്ങനെയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി? പ്രത്യേകിച്ചത് ചെങ്കോട്ട ആയതുകൊണ്ട് മാത്രമല്ല, പൊതുവെ ഇത്രയും ശക്തമായ വലിയൊരു സ്ഫോടനം നടത്താനുള്ള സുരക്ഷാ വീഴ്ച ഏത് തരത്തിലുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. സ്വപ്ന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട്, അതായത് ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടാകുന്നു, അതിന് മുൻപേ തന്നെ ഡൽഹിയോട് ചേർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഹരിയാന, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ഡൽഹിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫരീദാബാദ് ആണ്. ഹരിയാനയിലാണെങ്കിലും ഡൽഹിയോട് ചേർന്ന് ഡൽഹി നഗരത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ആ ഒരു സ്ഥലത്ത് നിന്നാണ് 2900 കിലോഗ്രാം ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നതിൽ തന്നെ 360 കിലോയോളം അമോണിയം നൈട്രേറ്റ് ഉണ്ട്. മറ്റ് വസ്തുക്കൾ RDX അടക്കമുള്ള വസ്തുക്കൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഈ ഘട്ടത്തിലും ഒരു ഉറപ്പ്, അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. പക്ഷേ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ആയുധങ്ങളൊക്കെ തന്നെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് അവിടേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അവിടേക്ക് എത്തിയ ഇതേ സ്ഫോടക വസ്തുക്കൾ തന്നെയാണോ ഈ കാറിൽ കൊണ്ടുവന്ന ഈ രാജ്യതലസ്ഥാനത്തിന് തൊട്ടടുത്ത്, രാജ്യതലസ്ഥാനത്തിന് ഇന്ത്യ ഗേറ്റിനും പാർലമെന്റിനും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനും തൊട്ടടുത്തുള്ള ഈ റെഡ് ഫോർട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ എത്തിച്ചുവെങ്കിൽ എവിടെയാണ് പാളിച്ച പറ്റിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ഫോടക വസ്തുക്കൾ നിറച്ചൊരു വാഹനം മണിക്കൂറുകളോളം ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 3:18 മുതൽ 6:48 വരെയുള്ള സമയം, അതിനുശേഷം 4 മിനിറ്റ് കൊണ്ടാണ് കൃത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിനിടയിലുള്ള സമയം, അതോടൊപ്പം തന്നെ ആ സമയത്തൊക്കെ തന്നെ ഒരു നിരീക്ഷണത്തിലേക്ക് പോയില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാർക്കിംഗ് അല്ല, ഈ റെഡ് ഫോർട്ടിന് ചുറ്റും CCTV ക്യാമറകൾ, സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. CRPFന്റെ സുരക്ഷയുള്ള മേഖലയാണ്. ആ സ്ഥലത്ത് നിന്നാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, ഈ വന്ന വ്യക്തി, ആ വാഹനം CCTVയിൽ പതിയുമ്പോൾ അതിലൊരാൾ മാത്രമാണ് തുടക്കത്തിൽ കാണാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ വന്ന ആൾ തന്നെയാണ്, അതായത് ഈ നബി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇത്തരമൊരു നീക്കം, ഉമർ നബി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചാവേർ ആക്രമണത്തിൽ തന്നെയാണ്. നേരത്തെ ഇന്നലെ സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞിരുന്ന സാധാരണഗതിയിൽ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്ന ഈ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സാധ്യത ഇക്കാര്യത്തിൽ ഉറപ്പിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരിശോധന പ്രധാനമായും ഇപ്പോൾ അല്പസമയം മുമ്പ് CRPFന്റെ IG അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് മടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഡൽഹി പോലീസിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണം ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് തന്നെ NIA അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഉമർ നബിയുടെ വീട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉമർ നബി വീട്ടിലേക്ക് വന്നിരുന്നില്ല. 2 വർഷമായി ഫരീദാബാദിലാണ് ഉള്ളത്. അൽഫല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ അവിടെ കോളേജിന്റെ ഭാഗമായി തന്നെ പലപ്പോഴും എത്തിയിരുന്നു. ഈ കോളേജിലുണ്ട് 2 ഡോക്ടർമാരെയാണ് ഇന്നലെ ഫരീദാബാദിൽ നിന്ന് ജമ്മു കാശ്മീർ പോലീസും അതുപോലെ ഇപ്പോൾ ഈ ഉമർ നബിയുടെ ബന്ധുക്കളെ അടക്കം, അമ്മയും സഹോദരങ്ങളെയും അടക്കം പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഉമർ നബി തന്നെയാണോ ഇത്തരം ഒരു ചാവേറായി മാറിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വരണമെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു DNA ഫോറൻസിക് പരിശോധനകൾ അടക്കം നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അത്തരത്തിലൊരു സ്ഥിരീകരണം ചാവേർ ഉമർ നബി ആയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. മാത്രമല്ല 2900-ലേറെ കിലോ അസംസ്കൃത സ്ഫോടക വസ്തുക്കൾ ഇനിയും അത്രയും കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഇനി ഇതിൽ എത്രത്തോളം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഒരു പക്ഷേ പോയിട്ടുണ്ടോ, അത്തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കൂടി ചോദ്യം പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സ്വപ്ന, ഇതിൽ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സേനാ വിഭാഗം ഈ പ്രദേശങ്ങളാകെ തന്നെ, അതായത് ഡൽഹി, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ മുഴുവൻ സ്ഥലത്തും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ലക്നൌവിൽ നിലവിൽ ഉത്തർപ്രദേശ് ATSഉം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി ചില മേഖലകളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഫരീദാബാദിൽ പല മേഖലകളിൽ താഗടക്കമുള്ള ഗ്രാമങ്ങളിലും ഒപ്പം തന്നെ ഫല അടക്കമുള്ള മറ്റു മേഖലകളിലൊക്കെ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന
വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 13 എന്ന നിലയിലേക്ക് മരണസംഖ്യ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. അതിൽ തന്നെ കുറെ ആളുകളെങ്കിലും രക്ഷപ്പെട്ടു വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് ഇനി മാറും എന്നുള്ളതാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ അന്വേഷണം ഒരു വഴിക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഒരു സ്ഥലത്ത് ശേഖരിക്കുന്നുവെങ്കിൽ അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എത്തിയിരിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ വാഹനം എങ്ങനെയാണ് ഈ ഒരു വാഹനം മാത്രമാണ് ഇവർ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വാങ്ങുന്ന ഒരു നീക്കം ഉണ്ടായത് എന്ന കാര്യം തന്നെയാണ് പരിശോധിക്കുന്നത്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരണം. എന്താണ് ഇതിൻ്റെ അകത്തൊരു കാരണം എന്നുള്ള കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അത് തന്നെയാണ് അറിയേണ്ടത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം മറികടന്ന് എങ്ങനെ ഈ വാഹനം ഇത്രയും കൂടുതൽ ഈ സ്ഫോടക വസ്തുക്കളുമായി അസംസ്കൃത സ്ഫോടക വസ്തുക്കളുമായി ഇവിടെ ഫരീദാബാദിലേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം, പുൽവാമ ആക്രമണവുമായി ഇതിന് ബന്ധമുണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. പ്രശാന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടേതടക്കമായ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാനിലെ തിമ്പുവിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. തങ്ങളുടെ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ അടിത്തട്ടിൽ വരെ എത്തും. ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല. ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മോദി പറഞ്ഞു. ഭാരിച്ച ഹൃദയത്തോടെയാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ. ദുരിതബാധിത കുടുംബങ്ങളുടെ ദുഃഖം തനിക്ക് മനസ്സിലാകും. ഇന്ന് മുഴുവൻ രാഷ്ട്രവും അവർക്കൊപ്പം നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. समझता हूं आज पूरा देश उनके साथ खड़ा है. मैं कल रात भर इस घटना की जांच में जुटी सभी एजेंसियों के साथ, सभी महत्वपूर्ण लोगों के साथ संपर्क में था. ഭൂട്ടാൻ രാജാവിന്റെ പിതാവും മുൻ ഭരണാധികാരിയുമായ ജിഗ്മേ സിംഗെ വാങ്ചുക്കിന്റെ 70ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഭൂട്ടാനിലെത്തിയത്. ഇന്ത്യയുമായി ഭൂട്ടാന്റെ ബന്ധം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് ജിഗ്മേ വാങ്ചുക്ക്. ചെങ്കോട്ട സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്ന് രാഷ്ട്രത്തിന് ഉറപ്പു നൽകുകയാണെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. I extend my heartfelt condolences to all those who lost their lives in the tragic incident that occurred in Delhi yesterday. I pray to God to grant strength and solace to the bereaved families in this hour of deep grief. From this platform, I wish to assure my citizens that the country's leading investigative agencies are conducting a swift and thorough inquiry into the incident. The findings of the investigation will soon be made public. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. ചെങ്കോട്ട ആക്രമണത്തിന് പുൽവാമ ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന തരത്തിലേക്ക് കൂടി ഈ അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പാകിസ്ഥാനിലെ എല്ലാ വ്യോമത്താവളങ്ങളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും വിവിധ സൈനിക വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്തും കനത്ത സുരക്ഷ തുടരുകയാണ്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കർശന പരിശോധനയാണ് നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച പരിശോധന ഇന്നും തുടരുന്നു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ ചേർന്നാണ് സംസ്ഥാനത്ത് പരിശോധന നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷനകത്തും പാർക്കിംഗ് ഏരിയയിലും ബസ് സ്റ്റാൻഡുകളിലും ആരാധനാലയങ്ങളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം കർശനമായ പരിശോധനയാണ് നടത്തുന്നത്. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരങ്ങളിലുമൊക്കെ കൂടുതൽ പോലീസിനെ വിന്യസിച്ച് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിലും പൊതുയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ RPFന്റെ നേതൃത്വത്തിലാണ് പരിശോധന. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. സംശയാസ്പദമായി വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും കഴിഞ്ഞ രാത്രി പരിശോധന നടത്തിയിരുന്നു. ജില്ലാ ഡോഗ് സ്ക്വാഡിലെ എക്സ്പ്ലോസീവ് വിഭാഗം നായ ബെയിലിയെ എത്തിച്ചായിരുന്നു പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹി സ്ഫോടനം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു മാസത്തിനിടെ ഇത്തരത്തിലുള്ള 8 ശ്രമങ്ങളാണ് തകർത്തത്. ഇന്നലെ 7 മണിക്ക് ഓടിവന്ന വാഹനത്തിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. നിരവധി പേർ പരിക്കുകളോടെ ആശുപത്രിയിലുണ്ട്. അന്വേഷണത്തെക്കുറിച്ച് തുറന്നു പറയാൻ പാടില്ല എന്നാണ് നിർദ്ദേശമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. ഇന്നലെ 7 മണിക്ക് ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് 4 വണ്ടികൾക്കും അപകടം സംഭവിച്ചു. ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് 9 പേരാണ് മരിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ചിത്രം വ്യക്തമാകും. NDAയുടെയും LDFിൻ്റെയും UDFിൻ്റെയും ശേഷിക്കുന്ന വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് നിലവിൽ 93 വാർഡുകളിലാണ് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 75 സീറ്റുകളിൽ CPMഉം 17 സീറ്റുകളിൽ CPIയും മത്സരിക്കും. 88 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച UDF, 67 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJPയും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. BJPയുടെ ശാസ്തമംഗലം വാർഡ് സ്ഥാനാർത്ഥി ശ്രീലേഖ IPSന്റെ പ്രചരണ പരിപാടികൾക്ക് വൈകിട്ട് തുടക്കമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും തെരഞ്ഞെടുത്ത ശേഷം മറ്റ് തീരുമാനങ്ങളെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തൃശൂരിൽ ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തെരഞ്ഞെടുത്തതിന് ശേഷം പ്രാദേശികമായി ഒരു വാർഡ് അടിസ്ഥാനത്തിൽ, ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജീസും തന്നെയാണ്. അതിനെപ്പറ്റിയൊക്കെ ഗഹനമായ ചിന്ത നടക്കുന്നതിനിടയ്ക്കാണ് ഈ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത് ഡൽഹിയിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ദൂരെയാണ് എന്ന് നമുക്ക് കരുതാനൊക്കത്തില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഗ്ലൂമിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം. പെട്ടെന്ന് ഈ ഒക്കേഷനിൽ അതിനെക്കുറിച്ച് ചർച്ച പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, കൊല്ലം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 21 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി അടക്കമുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. കേണൽ S. ഡിന്നി വടക്കേവിള ഡിവിഷനിൽ മത്സരിക്കും. കോഴിക്കോടും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂരമുറുകുകയാണ്. LDFിൽ ഘടകകക്ഷികളുമായുള്ള ചർച്ച ഏകദേശം പൂർത്തിയായി. പ്രഖ്യാപനം നാളെയുണ്ടാകും. NDA സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രഖ്യാപനവും ഉടനുണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. 22 സ്ഥാനാർത്ഥികളെ UDF നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കോട്ടയത്ത് സീറ്റ് ചർച്ചകൾ തുടരുകയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കുമുള്ള UDFിന്റെ അന്തിമ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ലീഗ് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടായേക്കും. ഇന്ത്യയിൽ BJPയും BDJസും തമ്മിലുള്ള സീറ്റ് ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. 1ാം ഘട്ടത്തിൽ ഇതിന് സമാനമായി റെക്കോർഡ് പോളിംഗ് ഉണ്ടാകുമെന്ന സൂചനയാണ് ആദ്യ മണിക്കൂറിൽ ലഭിക്കുന്നത്. 11 മണിവരെ 31.38% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഗയയിലാണ് ഇതുവരെയുള്ള ഉയർന്ന പോളിംഗ്. ആദ്യഘട്ടത്തിലെ പോളിംഗിനെ മറികടന്ന് റെക്കോർഡ് സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടർമാരോട് ആഹ്വാനം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയരുന്നു. ഗ്രാമിന് 225 രൂപ കൂടി 11,575 രൂപയായി. പവന് 1,800 രൂപയാണ് ഇന്ന് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 92,600 രൂപയായി. US സമ്പദ് വ്യവസ്ഥയിലെ ചലനങ്ങളുടെ ചുവട് പിടിച്ച് രാജ്യാന്തര സ്വർണ്ണവില കൂടുന്നതാണ് കേരളത്തിലും വിലക്കുതിപ്പിന് കാരണം.
തിരുവനന്തപുരം SCTയിലെ അണുബാധയെ തുടർന്ന് കരിക്കകം സ്വദേശി ശിവപ്രിയ മരിച്ച സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത മേനോനാണ് സമിതിയുടെ അധ്യക്ഷ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ ലത, സർജറി വിഭാഗം മേധാവി NS സജികുമാർ, കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗം മേധാവി ഡോക്ടർ ജൂബി ജോൺ എന്നിവരാണ് അംഗങ്ങൾ. സംഘം വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചുവെന്നാണ് ശിവപ്രിയയുടെ കുടുംബം ആരോപിക്കുന്നത്. വീട്ടിൽ വെച്ചാണ് അണുബാധ ഉണ്ടായത് എന്ന പ്രചാരണവും കുടുംബം തള്ളുന്നു. 22-നാണ് ശിവപ്രിയ പ്രസവിച്ചത്. 24-ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ശേഷം കടുത്ത പനി തുടങ്ങിയതോടെ 26-ന് ശിവപ്രിയയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമമെന്ന് പരാതി. കലാമണ്ഡലം അധ്യാപകനെതിരെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോക്സോ കേസെടുത്തു. ദേശമംഗലം സ്വദേശിയായ അധ്യാപകനെതിരെയാണ് കഴിഞ്ഞ ദിവസം 6 വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത്. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും പരാതി ചെറുതുരുത്തി പോലീസിന് കൈമാറുകയുമായിരുന്നു. ചെറുതുരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിന് ശേഷം കുട്ടികളുടെ മൊഴിയെടുത്ത് കേസെടുക്കുകയായിരുന്നു. 2 വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ സ്പർശിച്ചതായും ബോഡി ഷേമിംഗ് നടത്തിയതായും പരാതിയുണ്ട്. ഇതിനാണ് കേസെടുത്തിരിക്കുന്നത്. അധ്യാപകൻ ക്ലാസ്സിൽ മദ്യപിച്ചു വരുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. ഇന്നലെ രാത്രിയോടെ മൊഴിയെടുത്ത പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചു. പോഴങ്കാവ് സെന്റ് ജോർജ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനീഷാണ് അധ്യാപകനെ മർദ്ദിച്ചത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ധനീഷിന്റെ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയതിനെ ചൊല്ലിയാണ് മർദ്ദനം. മതിലകം പോലീസ് സംഭവത്തിൽ കേസെടുത്തതോടെ ധനീഷ് ഒളിവിൽ പോയി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. എറണാകുളം തമ്മനത്ത് തകർന്ന ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിന്റെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. കുടിവെള്ള വിതരണം നാളെയോടെ മാത്രമേ പുനഃസ്ഥാപിക്കാൻ കഴിയൂ. നഗരത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കുടിവെള്ള സംഭരണിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ജലവിതരണം ഉടൻ ആരംഭിക്കാനാണ് നീക്കം നടക്കുന്നത്. അറ്റകുറ്റപ്പണിക്കായി ജലവിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെയും ചേരാനല്ലൂർ പഞ്ചായത്തിലെയും ജലവിതരണത്തിന് ഇത് കാര്യമായി ബാധിക്കും. കുടിവെള്ള വിതരണത്തിനായി ബദൽ സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കും. 2 കമ്പാർട്ട്മെന്റുകളുള്ള സംഭരണിയുടെ ആദ്യ കമ്പാർട്ട്മെന്റാണ് തകർന്നത്. 2 കമ്പാർട്ട്മെന്റുകളെയും തമ്മിൽ വേർതിരിച്ച ശേഷമേ പമ്പിംഗ് പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അറ്റകുറ്റപ്പണികൾ നാളെ തന്നെ പൂർത്തിയാക്കാനാണ് ശ്രമം. 1.35 കോടി ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കാണ് ഇന്നലെ പുലർച്ചെ 2:30 തകർന്നത്. സമീപത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും വാഹനങ്ങൾ ഒഴുകിപ്പോകുകയും ചെയ്തിരുന്നു. കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലാക്കാൻ സമയമെടുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നതാണ്. അമൃത ന്യൂസ്, കൊച്ചി. അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് 23ാമത് വാർഷികം ആഘോഷിച്ചു. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നതിനുള്ള ബോധവൽക്കരണ ദിനമായാണ് വാർഷികം ആഘോഷിച്ചത്. എറണാകുളം DIG ഓഫീസ് സ്പെഷ്യൽ അന്വേഷണ സംഘത്തിലെ അംഗം നിജു PN കൗമാരക്കാർക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മുൻ പോലീസ് മേധാവി ഋഷിരാജ് സിംഗ് വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ജാഗ്രതയും അറിവുമാണ് ലഹരിക്കെതിരെയുള്ള പ്രതിരോധമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ KT മോളി, അമൃത സ്കൂൾ ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സബിത M എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വാമിനി കരുണാമൃത പ്രാണയുടെ നേതൃത്വത്തിൽ നടന്ന പൂജയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ അനില KP ചടങ്ങിൽ പ്രഭാഷണം നടത്തി. വാസ്കുലർ രോഗബോധവൽക്കരണത്തിനായി വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്ന് കൊച്ചി അമൃത ആശുപത്രി നാഷണൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായി നടക്കുന്ന ആംപ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യയുടെ ഭാഗമായാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. കളമശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ ഹൈബി ഈഡൻ MP ഫ്ലാഗ് ഓഫ് ചെയ്തു. വാസ്കുലർ രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിലെ വാസ്കുലർ ആൻഡ് എൻഡോവാസ്കുലർ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സിദ്ധാർത്ഥ് വിശ്വനാഥൻ, വാസ്കുലർ ആൻഡ് സോളിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വിഭാഗം മേധാവി ഡോക്ടർ സുധീന്ദ്രൻ S, ഡോക്ടർ സലീഷ് KS, ഡോക്ടർ വിമൽ ഐപ്പ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250-ലധികം പേർ വാക്കത്തോണിൽ പങ്കെടുത്തു.
സൗരാഷ്ട്രയ്ക്കെതിരെ തിരുവനന്തപുരത്ത് നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിനിടെ കേരളത്തിന്റെ AK ആകർഷിന് പരിക്ക്. മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലാണ് ഇടംകൈ ഓപ്പണറായ ആകർഷിന് തലയ്ക്ക് പരിക്കേറ്റത്. സൗരാഷ്ട്ര ബോളർ ജയദേവിന്റെ ബൗൺസേറ്റ് വീണ ആകർഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നും താരം സംസാരിക്കുന്നുണ്ടെന്നും ടീം വൃത്തങ്ങൾ അറിയിച്ചു. 20-കാരനായ ആകർഷിന്റെ രഞ്ജിയിലെ അരങ്ങേറ്റ മത്സരമാണ് ഇത്. ആദ്യ ഇന്നിംഗ്സിൽ 51 പന്തിൽ നിന്നും 18 റൺസ് നേടിയിരുന്നു. കേരളത്തിന് രണ്ടാം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ആകർഷ് 5 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് പരിക്കേറ്റത്. 37 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് കേരള ടീം ഇപ്പോൾ. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കേരളത്തിന് മത്സരത്തിന്റെ അവസാന ദിവസം വിജയിക്കാൻ 293 റൺസ് കൂടി വേണം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.